ये सीन तो मैंने देखा था। ये इसको पीयूष क्यों बोल रहा है? सेल्स का नाम है, अभी तक नाम रिवील नहीं हुआ। 10 കോപ്പി വരുത്തിച്ചതാ. എന്റെ സമാവർത്തനത്തിന് സാധനം തീർന്നു. ഓ तू भी तो उनमें से ही एक है भाई। നിന്നെ പാപ്പച്ച സാർ തിരക്കിയിരുന്നോ? അത് എന്നോട് പറയൂ. താറി പോയപ്പോ തലയിട്ട് ചോദിച്ചതാ. ഞാൻ പോസ്റ്റ് ഓഫീസിലുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ശമ്പള ദിവസാ. ഇവൻ ഏതാ? അത് പിയൂസ്, ആ മലയത്തിക്കാരി. കുരിയച്ചന്റെ മക്കളെ ഏർപ്പാടാക്കി കൊടുത്തതാ. കുരിയച്ചന് തപ്പി വരുന്ന ഒരു അമ്മച്ചി എങ്ങാനും തൊട്ടാലോ ഒന്നൊരു പേടി. അല്ലോം പറ്റിയ സ്ഥലവും പറമ്പൊക്കെ കേസിൽ കുടുങ്ങി പോകില്ലേ? അതിന് നരന്തരാണോ കൂട്ടുകിടക്കാൻ പോണേ? പാവനയ്ക്ക് കനം കൂടിയോ? വലിയ സ്റ്റാമ്പ് വേണ്ടി വരും. ഇതൊക്കെ ആര് വായിക്കാനാടാ? പുറ്റം പാടില്ല. വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ കടക്ക നോക്കി നോക്ക്, ഇതുവരെയുള്ള എല്ലാ ലക്കവും കാണും. കടയിൽ പുതിയ വരുമ്പോഴേ അപ്പൂട്ടിയായിട്ടാണ് ഫസ്റ്റ് കോപ്പി. അച്ഛനറിയോ നീ എഴുതുന്ന കാര്യം? അത് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഇവിടെ നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ലെങ്കിലോ? അത്രക്ക് വിളിവുണ്ട്. പിന്നെ ചില്ലറ പൈസയ്ക്കും പിന്നെ ഒരു സുഹൃത്തിനും വേണ്ടി ചെയ്യണമെന്നുള്ളൂ. തൂലിക്കാതാൻ പോലും ഞാൻ വയ്ക്കാറില്ല. പാപ്പച്ചൻ സാറാ. ആണോ? ഇവിടെ ഓക്കെ, അപ്പൊ പൂരിപ്പിച്ച് അയച്ചേക്കണേ. 50 നാട്ടിലേക്കും 75 ഉണ്ണിക്കും. കണ്ടു കിട്ടാനില്ലല്ലോ. ചേട്ടത്തേക്ക് 2 ദിവസം സുഖമില്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഓക്കെ. സാറിപ്പോ ഏതോ മറുനാടൻ മല്ലൻ്റെ കൂടെ കറക്കാന്ന് കേട്ടു. നീ ഒന്ന് കൂടാ. സാറിനെ കുര്യച്ചനെ കുറിച്ച് എന്താ ചോദിക്കാനുണ്ട്? മംഗലാപുരത്ത് നിന്ന് വന്നാ പോലീസല്ലേ? നേവിക്കാരനാ. കാര്യം എടാ, നീ ഇന്റർവ്യൂ നടത്താന്ന് കേറിക്കേ. മാതൃചേട്ടത്തി അല്ല, ഞാൻ അരി കഞ്ഞി അരി ഒട്ടുമില്ലേ? ഉണ്ട്. അപ്പൊ അവര് കഞ്ഞി വെച്ച് പിടിച്ചോളൂ. നീ കയറ. എനിക്കറിയാന്നൊക്കെ പാപ്പൻ സാർ അറിയാലോ. അപ്പൊ സാറിനൊന്നും ആരോട് മനസ്സിലാക്കി. कोरियाचन भाई बहुत मिस्टीरियस है और अभी तक रिवील भी नहीं हुआ है. वो कौन है चाहते हैं? I don't know. रिवील नहीं किया. എവിടാ ഗേറ്റ്? നാടാണോ? ആ, പത്തനംതിട്ട. अरे ഇവിടെ വന്നിട്ടിപ്പോ ജൂണിലേക്ക് 6 മാസമാവും. अरे आप कौन है? बता दो सुने से. कोरियाचन है शायद, या फिर अशोका है. അല്ല, ചേട്ടത്തേക്ക് ഇങ്ങനെ ജോലിക്ക് ആളെ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കള് 2 ബോംബെയിലും ഗൾഫിലൊക്കെ ആയിട്ടാ. അപ്പൊ ഇളയ മോനാ പരിചയക്കാരനോട് പറഞ്ഞത് ജോലിക്ക് ആളെ വേണമെന്ന്. ഈ മ്ലാത്തി ചേട്ടത്തി മലയാളത്തിലാണോ സംസാരമൊക്കെ? ഓ, ചേട്ടത്തി ഇപ്പൊ മലേഷ്യ എന്ന് പറഞ്ഞാൽ ഇത്രയും കൊല്ലായില്ലേ? നമ്മളെല്ലാം നട സംസാരിക്കും. ഈ മലേഷ്യക്കും ബർമ്മയ്ക്കും സിംഗപ്പൂരിനും ഒക്കെ ആളുകൾ കപ്പൽ കയറുന്നേ പണ്ട് സ്ഥിരമായിരുന്നു. തോട്ടപ്പണി, റെയിൽവേ പണി, മരപ്പണി. INA ചേരാൻ പോയതുപോലെ ഓർക്കുന്നില്ലേ? ചിലർ അവിടെ നിന്ന് പെണ്ണ് കെട്ടി അവിടെ തന്നെ കൂടും. വേറെ എൻ്റെ പെണ്ണും പിള്ളേം കുട്ടി നാട്ടിൽ വന്ന് ഇതുപോലെ സെറ്റിലാവും. കുരിയച്ചൻ, മ്ലാത്തി ചേട്ടത്തി, ഇവർ തമ്മിൽ എങ്ങനെയാ കണക്ഷൻ ആവുന്നത്? അല്ല, അത് പറഞ്ഞിട്ടില്ല. ഇവിടെ ആസ്ക്. മക്കളെ പറ്റി പറയാൻ ചേട്ടത്തേക്ക് ഏതാണ്ടാവൂല. പിന്നെ നമ്മളിനി പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴാണ് കൃത്യമായിട്ട് മാസത്തിന് മണി ഓർഡർ കിട്ടുന്നുണ്ട്. നമുക്കത്രയും പോലെ. Oh. They don't say their picture. ഈ ചേട്ടത്തിക്ക് കുരിയച്ചൻ്റെ ലെറ്റേഴ്സ് വരാറുണ്ട്. അബ്സ്കോണ്ടിങ്ങായ 6 വർഷത്തിനിടെ മൊത്തം 14 തവണ ചേട്ടത്തി കുര്യച്ചൻ്റെ കത്തുകൾ വന്നു. നാട്ടുകാരും പോലീസും സെൻസറായിട്ട് അങ്ങോട്ട് വിടാറുള്ളൂ. കണ്ടൻസോ? സുഖവിവരം. മഴയുണ്ടോ, വെയിലുണ്ടോ, മരുന്ന് കഴിക്കണം. പോസ്റ്റ് ഓഫീസ് കോഡ് വെച്ച് നോക്കിയപ്പോൾ പലതും പല സ്ഥലത്തു നിന്നാണ് പോസ്റ്റ് ചെയ്തത് മാത്രം മനസ്സിലായി.
ये लोग इतना जानकारी क्यों कर ഇതിനു रहे മുമ്പ് हैं? ആരെങ്കിലും പിയൂസിനെ വന്ന് കണ്ടിട്ടുണ്ടോ കുര്യച്ചനെ കുറിച്ച് അന്വേഷിക്കാൻ? പോലീസും ക്രൈംബ്രാഞ്ചൊക്കെ വന്നായിരുന്നല്ലോ. പാപ്പൻ സാർ അറിയാം. പോലീസ് അല്ലാതെ? പോലീസ് അല്ലാതെ ആ ഞാൻ വന്നു കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടർ കാണാൻ വന്നായിരുന്നു. ആളും പേരൊന്നും പറഞ്ഞില്ല, പക്ഷെ ലേശം പെശക ലൈനായിരുന്നു. കുര്യസിനെ കുറിച്ച് വിവരം കിട്ടുവാണെങ്കിൽ കത്തയക്കണം എന്ന് പറഞ്ഞു കോഴിക്കോടുള്ള ഏതൊരു വാരിക അഡ്രസ് എടുത്താണ്. പണിക്കോളും കൊണ്ട് തന്നെ വന്നതാ. വർഗീസിന്റെ അമ്പുഭാഷന്റെ ഒക്കെ പരിചയത്തിലുള്ള ഒരു എൽദോസ് നടത്തുന്ന വാരിക, ഒരു ലോക്കൽ പബ്ലിക്കേഷൻ. നക്സൽ ലഹളകൾ അച്ചടിച്ചതിന് 71 അടച്ചു കൂട്ടിച്ചതാ. നക്സൽസ്? तो പിയൂസേ, എന്തോ പിയൂസിനെ കുര്യച്ചനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാ പിയൂസ് വന്നവരെ അറിയിക്കൂ. ഞാൻ പോലീസുകാരെ അറിയിക്കും. അതെന്താ? അല്ല, സർക്കാർ റിവാർഡ് അനൗൺസ് ചെയ്ത ആളല്ലേ. നക്സലേറ്റാർക്ക് പിടിച്ചെടുത്തിട്ട് എനിക്കെന്നായിട്ടാ? പിന്നെ നാമാരെൻ്റെ പെടലേക്ക് പിടിച്ചിട്ട് 3 ദിവസം എനിക്ക് കഴുത്തിറക്കാൻ പറ്റിയിട്ടില്ല. ഉണ്ടോ കൊടുക്കും ഞാൻ മാർക്ക്. പിന്നെ എന്തായാലും റിസ്ക്കാ. അപ്പൊ കാശ് കിട്ടുന്ന റിസ്ക് അല്ലേ സാറേ നല്ല. എങ്കിൽ പിന്നെ കുറച്ചുകൂടി ഗുണമുള്ള ഒരു റിസ്ക് ഞാൻ പറയട്ടെ. വിവരം കിട്ടുമ്പോൾ നീ അത് എനിക്കാണ് തരുന്നതെങ്കിൽ സർക്കാർ റിവാർഡിനേക്കാൾ ഒരു ശകലം കൂടി കൂട്ടിയിട്ട് ഞാനത് പിയൂസിന് തരും. വാട്ട് യു സേ? क्या छुट्टी दे रहे हो? नहीं ऐसे ही फायदा उठाते हैं भाई. അതും കർണാടകത്തിൽ നിന്ന്. കുര്യച്ചൻ നേവിക്കാർക്കും പട്ടിക്കുന്നുള്ള സപ്ലൈ ഇടപാടുണ്ടായിരുന്നു മംഗലാപുരത്ത്. നേവിയിലും ഡോഗ് സ്ക്വാഡ് ഉണ്ടോ? പട്ടാളത്തിലൊക്കെ ഉണ്ടത്രേ. അപ്പൊ പിന്നെ നേവിയിലും കാണാതിരിക്കില്ലേ? നേവിയിൽ അങ്ങനെ സ്ക്വാഡായിട്ടൊക്കെ ഉണ്ടോ? ആ, ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള സെറ്റപ്പ് ആയിരിക്കും. ചേടാ, പുള്ളി ഇത് ബ്രീഡ് ചെയ്ത് എവിടെ വരെ പോയി? കുര്യച്ചൻ എങ്ങാനും പോലീസുകാർ ജീവനോടെ തപ്പിയെടുത്ത നേവിക്കാരൻ എന്തോ കള്ളക്കളി പുറത്തു വരാനുണ്ട്. പാപ്പൻ സാർ वो तो है. അപ്പോൾ വരവ് ഒഫീഷ്യൽ ആവാൻ ചാൻസ് ഇല്ല. സത്യം. ആള് കുറച്ച് നാളായിട്ട് സസ്പെൻഷനല്ല. കേസ് എന്ന് പറഞ്ഞു. കേസ് കുര്യച്ചൻ വാ തുറന്നു കഴിഞ്ഞാൽ നേവിക്കാരൻ പെട്ടോന്ന് എന്താ കേസ് അത്ര അറിയാം. പണിയും പോവും, ചിലപ്പോൾ അകത്തു പോവും. വലിയ വലിയ ടീമുകളായിട്ടായിരുന്നു കുര്യച്ചൻ എപ്പോഴും കണക്ഷൻ. അങ്ങനെ കുറയ്ക്കാനും എല്ലാത്തിനും ഊരി പോകുന്നത്. പക്ഷേ ഒരെണ്ണത്തെ കേസിനെ പറ്റി നാറിയ ഇതാവസ്ഥ. കൈയൊഴിയുന്നത് മാത്രമല്ല, കൂടെ നിന്നവന്മാർ തന്നെ ചിലപ്പോൾ തീർക്കാനും തോന്നും. ഇനിയും വലിയ ആവശ്യക്കാർ. കുറേ നാൾ മുമ്പ് ഒരു മോഹൻ പോത്തൻ കാട് കയറിയാലും നിന്നോട് പറഞ്ഞിട്ടില്ല? മോഹൻ പത്ര ആ നീ ഇവിടെ വരുന്നതിന് മുമ്പാ. മോക്ക് ഓർമ്മയില്ലേ? അങ്ങേരും കുര്യച്ചന് വേണ്ടി തന്നെ വന്നതായിരുന്നു ഉറപ്പാണ്. നിന്റെ ഈ നേവിക്കാരന് വേണ്ടിയുള്ള സീയടി പണിയൊക്കെ കൊള്ളാം. പക്ഷെ നീ ചേട്ടത്തിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ പിള്ളേരെയൊക്കെ കുറക്കണം. പലജാതി ടീമുകളാണ് കറങ്ങിടക്കുന്ന. ആ കാട്ടുകുന്നാണെങ്കിൽ കാറ്റ് വിസിലടിക്കുന്ന സ്ഥലം. കരഞ്ഞാൽ പോലും ആരും കേൾക്കുക. वो तो है. बड़ी सुनसान जगह थी वो तो. नहीं यार, उसको पैसे नहीं लेना चाहिए था. അല്ല, കാലത്ത് ഞാൻ കാട് കയറിയപ്പോഴേ ബൾബ് താഴെ പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടായിരുന്നു. ആ പൊട്ടിക്കിടക്കുന്നുണ്ടല്ലോ. അത് തന്നെ. ഏത് തന്നെ? അതയാളുടെ കയ്യിൽ നിന്ന് വീണായിരിക്കും. കയ്യിൽ നിന്ന് അപ്പത്തേക്ക് താഴെ വീട് പൊട്ടുവാണെങ്കിൽ തൊട്ട് താഴെയുള്ള പൊന്തക്കാട്ടല്ലേ വീഴുള്ളൂ. 8 അടി മാറിയുള്ള കാര്യങ്ങളിൽ എങ്ങനെ വീഴുന്നത്? എടാ ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ നീ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ കാര്യപ്രാപ്തി ഉണ്ടാക്കിയത്. ഇപ്പൊ എന്റെ പ്രശ്നമില്ല. पर इतना क्यों ये नोटिस कर रहा है? वही उसने फेंक दिया बस. क्या इसके भी पीछे अभी कोई स्टोरी है? ये तो चाहिए. बहुत हाई लेवल की मूवी है भाई. ये भी किष्किंधा कांडम जैसा ही कुछ तो है, पता नहीं. उसको भी समझने के लिए मेरे को बहुत टाइम लग गया. स्पॉइल मत करना. अभी तो वही है. वो भी सोच रहा है कि जंगल में बहुत लोग घूमते हैं, कोई रैंडम बस. आयो. ओ माय गॉड, भाग जाना चाहिए. डेंजर है. अबे भाग. आगे नहीं, ये तो संदीप की जगह है. भाग भाग. यस यस यस. वो चेची के पास भागना पड़ेगा. मैं भी उसको ऐसे ही करती हूँ. अरे बाप रे, क्या क्लिफ्स पे भाग रहा है. अबे रोज का होगा उसका. वो डॉग बचा सकते हैं ना? नहीं. चढ़ दे. नहीं वो होगी.
मिल गई। मेरे को पता था होगी लेकिन वो कुछ तो करने आया था. ദേടാ പീയൂസേ പെറ്റു. ചേട്ടത്തി ഇങ്ങോട്ട് ആരെങ്കിലും വന്നായിരുന്നോ? ഇങ്ങോട്ടോ? ആ ഒരാൾ ഇറക്കിറങ്ങി പോണോണ്ട് ഈ ഭാഗത്ത് വേറെ വരാനാ? ചോദിച്ചു നോക്കായിരുന്നില്ലേ? വിളിച്ചിട്ട് നിന്നില്ലെന്നേ. വീട്ടിലേക്ക് ആരും വന്നിട്ടില്ല. ഇനി പട്ടികളെ കണ്ട് പേടിച്ചിട്ടാണോ? കാണാൻ എങ്ങനെയിരിക്കും? ഒരു 10 മീറ്റർ അപ്പുറത്താണ് ഞാൻ കണ്ടത്. പിന്നെ അവൾ ഓടിയപ്പോഴാണല്ലോ സംശയം തുടങ്ങിയത്. सुन भाई तू चेची के पास ही रहे। കുര്യച്ചൻ എങ്ങനാ ഈ നെക്സൽസിന്റെ റഡാറിൽ? സാറിന്റെ റഡാറിൽ എങ്ങനെ വന്നെന്ന് സാർ നീ പറഞ്ഞില്ലല്ലോ. ഒന്നിച്ചിറങ്ങിയതല്ലേ, അങ്ങനെ വേണ്ടേ? नहीं ഞാൻ നന്നായി ചിരിക്കും പാപ്പച്ച, സോഫ്റ്റായി സംസാരിക്കും. അമ്മച്ചി പഠിപ്പിച്ചതാ. എന്നും വെച്ച് ഇയാൾ ഇങ്ങനെയാണെന്ന് കരുതി കിന്നാരത്തിന് വരരുത്. ഇവിടെ ഒരുത്തിനെ കൂട്ടിന് കിട്ടുന്ന പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാൻ മംഗലാപുരത്ത് നിന്ന് ഇറങ്ങിയത്. സോ ക്വസ്റ്റ്യൻസ് വേണ്ട, ആൻസേഴ്സ് മതി, സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം. സർവീസിലിരുന്ന കാലം മുഴുവൻ ഞാൻ ആഗ്രഹിച്ചതാ കുര്യച്ചനൊന്ന് പെട്ട് കാണാൻ. ഇനി സാറ് വഴിക്കാ അതിന്റെ കോളങ്കില് പാപ്പച്ചൻ കൂടെ നിൽക്കും. അതിന് കമ്മീഷൻ വേണ്ട. മൂന്നാല് ജില്ലകളിലായിട്ട് എസ്റ്റേറ്റും സ്വത്തുമൊക്കെ ഉണ്ട് കുര്യച്ചനും. ആ വകുപ്പിലായിരിക്കും നക്സൽസ് പിന്നാലെ കൂടിയെന്ന ആദ്യം കരുതി. अमीर वो अमीर है ना? സാറ് കക്കയം പോലീസ് ക്യാമ്പ് കേട്ട് കാണും. अरे उसकी कुछ तो फेमस है. കായശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം ബ്രീഡിംग ബ്രീഡിംഗ്. കുര്യച്ചന്റെ അടുപ്പക്കാർ ക്യാമ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. നാട്ടിലെ കുന്തീരടി മടുക്കുമ്പോ കുര്യച്ചൻ ഇടയ്ക്കേക്ക് അങ്ങോട്ടില്ല, ഒരു പട്ടിയും കൊണ്ട്. കുറെ പേരന്ന് നക്സൽ ലേബൽ അകത്തായിരുന്നല്ലോ. ഉരുട്ടി പദം വരുമ്പോ ഒരു സമയം ഒരാളെ വെച്ച് ഒരു മുറിയിലോട്ട് കയറ്റിവിടും. വാതില് പുറത്തുനിന്ന് പൂട്ടും. അകത്താ കയറിയ ആളും കുര്യച്ചനും പിന്നെ പട്ടി മാത്രം. കുര്യച്ചൻ അസാധ്യ ഡോക്ടർ എന്നായിരുന്നു അറിയാലോ. പറയുന്ന എന്തും പട്ടി. അന്ന് കുര്യച്ചൻ എന്തൊക്കെ പറഞ്ഞെന്നോ ആ പട്ടി എന്തൊക്കെ ചെയ്തെന്നോ അന്ന് ആ മുറിയിൽ കയറി അനുഭവിച്ചവർക്ക് മാത്രമേ ഇന്നും അറിയൂ. ഞാൻ ആ കാലത്ത് അവിടെ ഡ്രൈവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ചവിട്ടങ്ങ് ടേക്കുന്നില്ലല്ലോ പാപ്പച്ച. കേബിൾ അർത്ഥ പോലുണ്ട്. अजीब है. कोई डॉगीज ने तो नहीं करा? अरे ऐसी जगह पर ब्रेक फेल है. अगर ठोकी गई गाड़ी को तब जाके रुकेगी. अगर ठोक न्यूट्रल गियर में डाल. തന്നെ तो और तेज होगी गाड़ी. കൊണ്ടല്ലാതെ പോകുന്നില്ല കുര്യച്ച. കണ്ണടച്ചോ, ചില്ലി തെറിക്കും. देखो उसे ठोकना चाहिए था. थोड़ा और ये होता गिर जाता क्लिफ से. ग्लासेस टूट गई. बच गया. ब्लीडिंग क्यों हो रही है? ब्लीडिंग तो होगी ना. अरे अच्छी गाड़ी थी यार. हंस क्यों रहा है? नहीं वो जानता है कि किसने किया ये ब्रेक फेल. वो लड़के ने किया है क्या? बोला ना कि मैं कहीं नहीं जाऊंगा कोरिया से. मतलब वो कोरिया चली था. I know you're here, bastard. ये सीन भी मैंने देखा है डूड.
ओ, तो कोरियाचन ऑलरेडी ये सब जानता है एंड ही इज रेडी। ये है क्या? मौज है। चेची नहीं देख रही है ना? वाह, क्या जगह है।